ഓക്കെ, ഗുഡ് ഈവനിങ് എവരിവൺ. അപ്പോൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. ഓക്കെ, നമ്മൾ സബ്ജക്റ്റിനോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സിലബസ് അനുസരിച്ച് നമ്മൾ 2024 സ്കീമിന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് നമ്മളെ മൊഡ്യൂൾസ് എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. സോ ആദ്യം നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ട് ആദ്യം പറയാം. സോ ആദ്യം നമ്മൾ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ആദ്യമായിട്ട് നമുക്ക് പഠിക്കുന്നത് ലൈൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് സോളിഡ്സ് ആണ്. മൂന്നാമത് സെക്ഷൻ. നാലാമത്തത് ഡെവലപ്മെന്റ്. അഞ്ച് ഐസോമെട്രിക്. സോ ഈ 5 ടോപ്പിക്കാണ് നമുക്ക് 2024 സ്കീമിന് പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് ഈ ലൈൻസ് എന്ന് പറയുന്നത് മാത്രമാണ് നമുക്ക് മൊഡ്യൂൾ 1-ലായിട്ട് പഠിക്കാനുള്ളത്. അതുപോലെ അത് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് സോളിഡ്സ് ആണ് മൊഡ്യൂൾ 2-ൽ വരുന്നത്. ഇത് സെക്ഷൻ എന്ന് പറയുന്നതും മൊഡ്യൂൾ 3 ആണ്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതും മൊഡ്യൂൾ 3 തന്നെയാണ്. പിന്നെയുള്ള ഏറ്റവും അവസാനത്തെ ടോപ്പിക്ക് മൊഡ്യൂൾ 4-ൽ വരുന്നത് ഐസോമെട്രി മാത്രമാണ്. ഇങ്ങനെ 4 മൊഡ്യൂൾസിലുമായിട്ട് നമുക്ക് 5 ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം അറിയാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. സോ നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് എത്തിപ്പെടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ഫ്ലോ വരുന്നതെന്നുള്ളതാണ്. സോ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത്. പോയിന്റ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളെ ലൈൻസിലോട്ട് വരുന്നത്. ലൈൻസ് കഴിഞ്ഞാലാണ് നമുക്ക് പ്ലെയിൻസ്. ഈ പ്ലെയിൻസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് സോളിഡ്സിലോട്ട് വരാൻ. സോ ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം പോയിന്റ് എന്ന് പറഞ്ഞാൽ, പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? പോയിന്റ് മീൻസ് ഒരു ഡോട്ട് പോലെ നമ്മൾ ഇടുന്നത് മാത്രമാണ്, വേറെ ഒന്നും അതിൻ്റെ അകത്തില്ല. അതിൻ്റെ അകത്ത് ലെങ്തോ ബ്രെഡ്ത്തോ ഹൈറ്റോ അതിൽ വരുന്നില്ല. സോ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു 0 ഡയമെൻഷൻ അല്ലെങ്കിൽ ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ആയിരിക്കും പോയിന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ലൈനാണ്. ലൈൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് മാത്രമുള്ള ക്വാണ്ടിറ്റിയാണ്. സോ അത് നമുക്ക് 1 ഡയമെൻഷൻ എന്ന് പറയാം. ഇനി അടുത്ത് പ്ലെയിൻ എന്ന് പറയുന്നത് ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ള ക്വാണ്ടിറ്റിയാണ്. ഒരു പീസ് ഓഫ് പേപ്പർ പോലെയാണ്. ലെങ്ത്തും അതിനകത്തുണ്ടാവും, ബ്രെഡ്ത്തും അതിലുണ്ടാവും. സോ അത് 2 ഡയമെൻഷൻ. ഏറ്റവും അവസാനം നമുക്ക് പഠിക്കാനുള്ളത് സോളിഡ്സ് ആണ്. സോളിഡ്സ് എന്ന് പറയുമ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഉണ്ടാവും, 3 ഡയമെൻഷൻ. ഓക്കെ, സോ ഇതാണ് നമുക്ക് പഠിക്കേണ്ട ഓർഡർ എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മുടെ ടോപ്പിക്സ് അല്ലെങ്കിൽ നമ്മൾ സിലബസ് നിർദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻസ് നമുക്ക് സിലബസിലുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത സോളിഡ്സ് ആണുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ സോൾവ് ചെയ്യുന്നത് പേപ്പറിലാണ്. ഈ പേപ്പർ എന്ന് പറയുന്നത് എന്താ? ഒരു പ്ലെയിൻ ആണ്. സോ 1 ഡയമെൻഷണൽ ക്വസ്റ്റ്യനെ നമ്മൾ 2D പേപ്പറിൽ സോൾവ് ചെയ്യുവാണ്. അതുപോലെ 3 ഡയമെൻഷണൽ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള സോളിഡ്സിനെയും നമ്മൾ 2D പേപ്പറിൽ സോൾവ് ചെയ്യുവാണ്. ഓക്കെ അല്ലേ? സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ലൈൻസും സോളിഡ്സും മാത്രമാണ്. പോയിന്റ്സും പ്ലെയിൻസും നമുക്ക് പഠിക്കാനില്ല. പക്ഷെ അത് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഇതൊക്കെ എത്തിപ്പെടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ +2 വരെയുള്ള 10ാം ക്ലാസ്, +1, +2ലേക്ക് നമ്മൾ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഈ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്തായിരുന്നു? ഈ ഒരു രീതിയിലാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. സോ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇതിൽ ഏതാണ് X കോർഡിനേറ്റ്, ഏതാണ് Y കോർഡിനേറ്റ്, ഏതാണ് Z കോർഡിനേറ്റ് നമ്മൾ അറിയണം. നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടലി വരയ്ക്കുന്ന എന്താണോ അതാണ് X ആക്സിസ് അല്ലെങ്കിൽ X കോർഡിനേറ്റ്. ഇനി നമ്മൾ വെർട്ടിക്കലി വരയ്ക്കുന്നത് Y ആണെന്നും അതിനുശേഷം ഏറ്റവും അവസാനം നമ്മൾ പഠിച്ചതാണ് Z കോർഡിനേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ല. അത് ആക്ച്വലി ഇതാണ് നമ്മളെ Y കോർഡിനേറ്റും ഇതാണ് നമ്മുടെ Z കോർഡിനേറ്റ്. Z കോർഡിനേറ്റ് ആണ് എപ്പോഴും ഹൈറ്റിന്റെ കോർഡിനേറ്റ് ആണ് നമുക്ക് വരേണ്ടത്. ഓക്കെ അല്ലേ? സോ എപ്പോഴും Z കോർഡിനേറ്റ് ആണ് നമ്മുടെ ഹൈറ്റിന്റെ കോർഡിനേറ്റ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി
ഈ ഒരു XYZ ആക്സസ് സിസ്റ്റം നമ്മൾ പറഞ്ഞു, ആക്സസ് സിസ്റ്റത്തിനെ പറ്റി കാര്യങ്ങൾ പറഞ്ഞു. സോ ഇത് നമുക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് വെക്കുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ചും ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ബേസിക്സ് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് ഒരു ബിൽഡിങ്ങിനെ പറ്റിയിട്ടായിരിക്കും. ഇനി അത് മാത്രമല്ല, ഒരു വീട് വെക്കുന്ന കാര്യത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഏത് ബ്രാഞ്ച് പഠിക്കുന്ന ഒരാൾക്കും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ അതിനെ വെച്ച് ഞാൻ പറയാം. സോ നമ്മളൊരു വീട് വെക്കാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പ്ലോട്ട് വാങ്ങുക എന്നുള്ളതാണ്. ഒരു പ്ലോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ലെവൽ ചെയ്ത് അതിൻ്റെ അകത്ത് വേണ്ട അൺവാണ്ടഡ് കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് ഒതുക്കിയതിന് ശേഷം നമ്മൾ ആ പ്ലോട്ടിന് അനുയോജ്യമായിട്ടുള്ള പ്ലാൻ വരയ്ക്കും. ഈ പ്ലാൻ വരയ്ക്കുന്നത് എങ്ങനെയാണ്? പ്ലാൻ വരയ്ക്കുന്നത് നമ്മളെ കേരള ബിൽഡിംഗ് റൂൾസ് അനുസരിച്ച് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ്, 4 ചുറ്റും എന്തോരം ഡിസ്റ്റൻസ് വിടണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് നിർദ്ദേശിക്കുന്ന പോലെ വിട്ടിട്ട് വേണം, നമുക്ക് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ആ പ്ലാൻ വരയ്ക്കാനായിട്ട്. സോ അതായത് നമ്മൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമുക്കൊരു പ്ലാൻ എന്ന് പറയുന്നത് ഇതൊരു പ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ പ്ലോട്ടിൻ്റെ അകത്ത് നമ്മൾ ബിൽഡിംഗ് റൂൾസ് അനുസരിച്ച് എന്താ ഫ്രണ്ടിൽ നിന്ന് എത്ര മീറ്റർ, 3 meters ആണ് വിടേണ്ടെങ്കിൽ അത്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് 1 ആണെങ്കിൽ അങ്ങനെ, റൈറ്റിൽ നിന്ന് ഒരു 1.2 ആണെങ്കിൽ അങ്ങനെ, എന്താണ് റൂൾസ് നിർദ്ദേശിക്കുന്നത് ഓരോ ബിൽഡിങ്ങിനും മാറിക്കൊണ്ടിരിക്കും. റെസിഡൻഷ്യൽ അല്ല, കൊമേഴ്ഷ്യൽ, അതുപോലെ പഞ്ചായത്തിലുള്ളതല്ല, നമുക്ക് കോർപ്പറേഷനിലേക്ക് വരുന്ന വ്യത്യാസങ്ങളുണ്ട്. സോ അതിനനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കുന്ന പോലെ വിട്ട് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ അത് പ്ലാൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്ലാൻ വരയ്ക്കുന്നതിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പ്ലാൻ വരയ്ക്കുന്നത് കൊണ്ട് നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഫിക്സ് ചെയ്യുവാണ്. സോ എന്താണ് ലെങ്ത്, എന്താണ് ബ്രെഡ്ത്ത് എന്നാണ് നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്നത്. ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം മാത്രമാണ് ഹൈറ്റിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇനി നമ്മുടെ കയ്യിൽ കാശ് കുറവുള്ള ഒരു മനുഷ്യനാണ് ഒരു വീട് വെക്കുന്നതെങ്കിൽ ആ വീട് വെക്കുന്ന സമയത്ത് എന്തായിരിക്കും? ആള് ഒരു ബിൽഡിങ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സാങ്ഷൻ എല്ലാം എടുത്തതിന് ശേഷം ആളുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് ചിലപ്പോൾ ബേസ്മെന്റ് മാത്രമായിരിക്കും കെട്ടിയിടുന്നത്. ഇനി ആ ബേസ്മെന്റ് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുടെ കയ്യിൽ കാശുണ്ടാവില്ല. ചിലപ്പോൾ 1-2 വർഷം ബേസ്മെന്റ് മാത്രമായിട്ട് അവിടെ നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ പുള്ളിക്കാരൻ ഗ്രൗണ്ട് ഫ്ലോർ, നമ്മുടെ ആദ്യത്തെ നില ഗ്രൗണ്ട് ഫ്ലോറിന് ആദ്യം അവർ വെക്കും. വെച്ചതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ട്, ചിലപ്പോൾ 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ആളുടെ കുട്ടികളുടെ കല്യാണത്തിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇനി അടുത്ത നില വെക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ഒരു നില എന്ന് പറയുന്ന അടുത്ത ഹൈറ്റ് കയറുവാണ്. സോ ലെങ്ത്തിലും ബ്രെഡ്ത്തിലും വലിയ ചേഞ്ചസ് വരുന്നില്ല, കൂടുന്നില്ല, കുറയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഒരു നിലയാകുമ്പോൾ 3 മീറ്റർ ഹൈറ്റ് ആയിരിക്കും റെസിഡൻഷ്യലിന്. അതിനുശേഷം വീണ്ടും അടുത്തൊരു നില എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു 3 മീറ്റർ, അങ്ങനെ 6 മീറ്റർ ഹൈറ്റിലോട്ട് കയറുവാണ്. സോ അതാ ഞാൻ പറഞ്ഞു വന്നത്, ഹൈറ്റിന്റെ കോർഡിനേറ്റ് ആണ് ഏറ്റവും അവസാനത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ എപ്പോഴും ശ്രദ്ധിച്ചോളുക. ഇനി നോക്കിയേ, അപ്പൊ നമ്മൾ കോർഡിനേറ്റ്സിനെ പറ്റി പറഞ്ഞു. എന്താണ് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്ന് പറഞ്ഞു. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണുള്ളത്? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ ഏതാദ്യം പഠിക്കണം. ആ പഠിക്കുമ്പോൾ ഈ പോയിന്റ്സ്, ലൈൻസ്, സോളിഡ്സ്, പ്ലെയിൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ എക്സ്, ഇസഡ് ഒക്കെ നമ്മൾ പറഞ്ഞു, കോർഡിനേറ്റ്സ് പറഞ്ഞു. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്താണെന്നും വെർട്ടിക്കൽ പ്ലെയിൻ എന്താണെന്നും ആദ്യം മനസ്സിലാക്കണം. സോ അതാണ് ഇനി അടുത്ത നീഡ് എന്ന് പറയുന്നത്. നമുക്ക് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിനെ പറ്റി നമുക്ക് പറയാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 4 ക്വാഡ്രന്റ് സിസ്റ്റം പഠിക്കാനുണ്ട്. ഈ ഒരു 4 ക്വാഡ്രന്റ് സിസ്റ്റം നമ്മൾ പണ്ട് ട്രിഗ്നോമെട്രി പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചതാണ്. സോ ഞാനിവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് അതിനെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്നും വെർട്ടിക്കലി ഒരു ലൈൻ വരച്ചതിന് ശേഷം അതിനെ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഞാൻ ഇതിനെ ബിൽഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. സോ ബിൽഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ ഒരു 2 നിലയുള്ള ബിൽഡിംഗ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു 2 നിലയുള്ള ഒരു വീടാണെന്ന് വിചാരിക്കുക. ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന എന്താണ്? ഒരു റൂഫായിരിക്കും. ഒരു റൂഫാണ്. ആ റൂഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ലാബാണ്. സോ ഞാൻ ഇതിനൊരു സ്ലാബായിട്ട് പറയുവാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ലാബിനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മൾ റൂഫ് എന്ന് പറയും. ഇനി നമ്മൾ സ്റ്റെയർസ് കയറിയിട്ട്
ഈ ഗ്രൗണ്ട് ഫ്ലോറിന്റെ മുകളിലെത്തി എന്ന് വെച്ചാൽ ഈ സ്ലാബിന്റെ മുകളിലെത്തി. അപ്പൊ നമ്മൾ എന്ത് പറയും? ഇത് നെക്സ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിന്റെ എന്താണ്? ഫ്ലോർ ആണെന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ? ഫ്ലോർ ആണ്. അതിന് വേറെ റൂഫുണ്ട്. സോ ഒരേ സ്ലാബിനെ തന്നെ താഴ്ഭാഗത്തിന് നമ്മൾ താഴെ നിന്ന് നോക്കിയപ്പോൾ റൂഫ് എന്ന് പറഞ്ഞു, മുകളിൽ കയറിയപ്പം എന്തെന്ന് പറഞ്ഞു? ഫ്ലോർ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ സ്ലാബിന് വിത്ത് റെസ്പെക്ട് നമുക്ക് എന്ത് പറയാം? ഈ സ്ലാബിന് മുകളിൽ ഒരു നിലയുണ്ട്, ഈ സ്ലാബിന്റെ താഴെ ഒരു നിലയുണ്ട്. സോ എബവ് ആൻഡ് ബിലോ. സോ നമുക്ക് എന്താ പറയാം? എബവ് HP, എബവ് HP. താഴെയുള്ള നമുക്ക് ബിലോ എന്ന് പറയാം. ബിലോ HP, ബിലോ HP. ഇനി നമുക്ക് എന്താ പറയാം? ഈ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്ന ഒരു വാളാണ്, ഒരു മതിലാണ്. ഈ വാളിന് വിത്ത് റെസ്പെക്ട് നമുക്ക് പറയുമ്പോൾ ഈ വാളിന് ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഈ വാളിന്റെ ബാക്കിൽ, രണ്ട് സൈഡിൽ. അപ്പം ഫ്രണ്ട് അല്ലെങ്കിൽ ബാക്ക്, അതിന് നമ്മൾ ഇവിടെ പറയുന്നത് ഇൻ ഫ്രണ്ട് ഓഫ്. അപ്പൊ റൈറ്റ് സൈഡിലോട്ടുള്ള നമ്മൾ ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറയും. ഇൻ ഫ്രണ്ട്. ഇൻ ഫ്രണ്ട്. ലെഫ്റ്റിലോട്ടുള്ള നമ്മൾ ബിഹൈൻഡ് എന്ന് പറയും. ബിഹൈൻഡ്. ഇനി നമ്മൾ ഇതിനെ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന 4 ക്വാഡ്രന്റ് സിസ്റ്റംസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. 4 ക്വാഡ്രന്റ് സിസ്റ്റംസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ്, നമുക്ക് 4 ക്വാഡ്രന്റ് ഉണ്ടെന്നും അതിനകത്ത് ഓൾ സൈൻ പോസിറ്റീവ്, ഓൾ കോസ് പോസിറ്റീവ് എന്നൊക്കെ നമ്മളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ അത് നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരുവാണ്. സോ എന്ന് വെച്ചാൽ എന്താ? അന്ന് നമ്മൾ അവിടെ എന്താണോ പഠിച്ചിരുന്നത് അത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ്, നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് ക്വാഡ്രന്റ്, അത് തന്നെയാണ് ഇവിടുത്തെയും ഫസ്റ്റ് ക്വാഡ്രന്റ്. അവിടെ എന്താണ് സെക്കൻഡ് ക്വാഡ്രന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തത്, അത് തന്നെയാണ് ഇവിടുത്തെ സെക്കൻഡ് ക്വാഡ്രന്റ്. അവിടുത്തെ തേർഡ് എന്തായിരുന്നു, അത് തന്നെയാണ് തേർഡ്. അവിടെ പഠിച്ച ഫോർത്ത് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ഈ 4 ക്വാഡ്രന്റ് ആണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. സോ ഈ 4 ക്വാഡ്രന്റിന്റെ ക്വസ്റ്റ്യൻസ്, ഈ 4 ക്വാഡ്രന്റിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പോയിന്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ 4 ക്വാഡ്രന്റ് സിസ്റ്റത്തിനെ പറ്റി ആവശ്യം വരുന്നത്. ഈ 4 ക്വാഡ്രന്റ്സ് നമുക്ക് പോയിന്റ്സ് ആൻഡ് ലൈൻസ് എന്ന് പറയുന്നത്, നമുക്ക് എക്സാമിന് വരുമ്പോൾ ലൈൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് മോഡ്യൂൾ ക്വസ്റ്റ്യൻസിന് മാത്രം. അത് കഴിഞ്ഞാൽ സോളിഡ്സ്, സെക്ഷൻ, ഡെവലപ്മെന്റ്, ഐസോമെട്രി, ഈ 4 ടോപ്പിക്കിലോട്ടും വരുമ്പോൾ നമുക്ക് സോളിഡ്സിന്റെ ബേസിലുള്ള 3D ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? അതർ ക്വാഡ്രന്റ്സിനെ പറ്റി നമുക്ക് പഠിക്കാൻ അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പഠിക്കാനില്ലാത്ത ടോപ്പിക് ആണെങ്കിൽ നമ്മൾ പോയിന്റ്സിനെ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യം അറിയണം. ഹൗ ടു ലൊക്കേറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പക്ഷെ നമുക്കത് നമ്മുടെ സിലബസിൽ പറയുന്നില്ല. ഓക്കെ, പക്ഷേ നമ്മൾ ഈ പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ലൈൻസ് വരയ്ക്കാൻ പറ്റുക. ഓക്കെ, ആ പോയിന്റ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ഡ്രോയിങ്ങിൻ്റെ അകത്ത് ആദ്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് റഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ പോയിന്റ്സിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? സോ നമുക്ക് നോക്കാം. നോക്കിയേ, നമ്മളൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ മാത്രമാണ് ഇത്. നമുക്ക് എങ്ങനെയാണ് ഒരു പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഇതുള്ളത്. ഇത് എഞ്ചിനീയറിംഗ് ലെവലിൽ നമുക്കിത് എടുക്കാനില്ല. നിങ്ങൾ ബിടെക് പഠിക്കുന്നവർക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്കില്ല. പക്ഷെ പോളി പഠിക്കുന്ന പിള്ളേർക്ക്, പോളിടെക്നിക് പഠിക്കുന്ന പിള്ളേർക്ക് ഇതെന്ന് പറയുന്നത് 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് 4 സബ് ഡിവിഷൻസ് ഉണ്ടാവും, 2.5 മാർക്ക് വെച്ചിട്ട്. ആ 2.5 മാർക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, സോ എന്താണ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. എ പോയിന്റ് ക്യാപിറ്റൽ A 30 mm above HP and 20 mm in front VP. Okay, ക്വസ്റ്റ്യൻ പറയുന്നത് എ പോയിന്റ് ക്യാപിറ്റൽ A 30 mm above HP and 20 mm in front VP. സോ ഇത് നമുക്ക് സോൾവ് ചെയ്യണം. ഇത് എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ XY ആക്സിസിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ സോൾവ് ചെയ്യാനായിട്ട്. സോ അതിനാദ്യം എന്താണ് XY ആക്സിസ് നമ്മൾ അറിയണം. സോ XY ആക്സിസ് എന്ന് പറയുന്നത്, നമുക്കിവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന XY ആക്സിസ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്, അതുപോലെ വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ട്. സോ നമ്മുടെ 4 ക്വാഡ്രന്റ് സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ക്വാഡ്രന്റിനെ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെയല്ലേ വരുന്നത്.
സോ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്, ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ട്. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുമ്പോൾ ഒരു ഫോം ചെയ്യുന്ന ഒരു ലൈൻ വരുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് XY ആക്സിസ്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം റൂമിനെ കൺസിഡർ ചെയ്യാം. നമ്മൾ താമസിക്കുന്ന നമ്മുടെ റൂം, നമ്മുടെ പേഴ്സണൽ സ്പേസ് ആയിട്ടുള്ള നമ്മുടെ റൂം. ആ റൂമിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും? ആ റൂമിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് റൂം കൺസ്ട്രക്ട് ആവുന്നത്? ആ റൂമിൻ്റെ അകത്ത് ഒരു ഫ്ലോർ ഉണ്ട്, ഒരു റൂഫ് ഉണ്ട്. ഇത് രണ്ടും അല്ലാണ്ട് 4 ചുറ്റിനും വാൾസ് വരുന്നുണ്ട്. സോ നമുക്ക് ഹൊറിസോണ്ടലി കാണപ്പെടുന്ന മെമ്പർ ഒന്ന് ഫ്ലോർ ആണ്, ഒന്ന് റൂഫാണ്. സോ ഇത് രണ്ടും മാത്രമാണ് വെർട്ടിക്കൽ മെമ്പേഴ്സ് ആയിട്ട് പറയുന്നത്. സോ അതാണ് വെർട്ടിക്കൽ പ്ലെയിൻസ്. അതേസമയം 4 ചുറ്റിനും ഉള്ള വാൾസ്, അതിനെ പറയുന്നതാണ്, ആ 4 ചുറ്റിനും ഉള്ള വാൾസിനെ പറയുന്നതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻസ്, അല്ല വെർട്ടിക്കൽ പ്ലെയിൻ. ശ്രദ്ധിക്കുക, നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് കാണപ്പെടുന്നത് എന്താണോ അതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. സോ നമുക്കൊരു ഫ്ലോർ ഉണ്ട്, അത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. റൂഫ് ഉണ്ട്, അതും ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. അതേസമയം 4 ചുറ്റിനും വരുന്ന വാൾസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിൻസ് ആണ്. സോ ഈ സിസ്റ്റത്തിൽ നിന്ന് ഒരു സിംഗിൾ വാൾ, ഒരു വാളിനെ മാത്രം നമ്മൾ എടുക്കുക, അതുപോലെ ഒരു ഫ്ലോറിനെ മാത്രം നമ്മൾ എടുക്കുക. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റും? ഒരു ലൈൻ ഫോം ചെയ്യും. ആ ലൈനാണ് നമ്മുടെ XY ആക്സിസ് എന്ന് പറയുന്നത്. സോ XY ആക്സിസ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ 2 എൻഡിലായിട്ട് XY എന്ന് പറഞ്ഞ് നമുക്ക് മാർക്ക് ചെയ്തുകൊണ്ടാൽ മതി. ഓക്കെ അല്ലേ? XY എന്ന് നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്തുകൊണ്ടാൽ മതി. ഇതെങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് വരുന്നത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് എ പോയിന്റ് A 30 mm എബവ് HP ആൻഡ് 20 mm ഇൻ ഫ്രണ്ട് VP. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? സോ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് സോൾവ് ചെയ്യേണ്ട പ്ലെയിൻ ആദ്യം വരയ്ക്കാം. സോ അതൊരു XY ആക്സിസ് സിസ്റ്റമാണ്. സോ ഒരു XY ആക്സിസ് നമ്മൾ വരച്ചു. ഇതിൻ്റെ 2 എൻഡിന് നമ്മൾ പേര് കൊടുക്കുകയാണ് XY. ഇനി ഇതിന് പുറമെ നമുക്ക് 4 ക്വാർട്ടർ സിസ്റ്റം വരയ്ക്കണം. സോ 4 ക്വാർട്ടർ സിസ്റ്റം നമ്മൾ വർക്കിംഗ് സൈഡ് പോലെ സൈഡിലോട്ട് അങ്ങ് മാറ്റി വരയ്ക്കുക. എന്താണത്? ഹൊറിസോണ്ടൽ പ്ലെയിൻ HP ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ VP. സോ ആദ്യം നമ്മൾ ഈ ക്വസ്റ്റ്യനെ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിൻ സിസ്റ്റത്തിൽ ആദ്യം അപ്ലൈ ചെയ്ത് അതിലാദ്യം സോൾവ് ചെയ്യണം. എന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് XY ആക്സിസ് സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരിക. സോ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഏതായിരുന്നു? എവിടെ നിന്നാണ് ഇതെല്ലാം വരച്ചു തുടങ്ങുന്നത്? അത് നമ്മൾ 0 പോയിന്റ് അല്ലെങ്കിൽ ഒറിജിൻ പോയിന്റ് എന്ന് പറയും. സോ അതാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇതാണ് നമ്മുടെ ഒറിജിൻ പോയിന്റ്. ഓക്കെ അല്ലേ? സോ ഒറിജിൻ പോയിന്റ്. ഇവിടെ നിന്ന് നമ്മുടെ പോയിന്റ്സ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ എന്തായിരുന്നു? എ പോയിന്റ് ക്യാപിറ്റൽ A 30 mm എബവ് HP. എബവ് HP എന്ന് പറയുമ്പം ഒറിജിനിൽ നിന്ന് മുകളിലോട്ട്. സോ എന്ത് ചെയ്യുക? ഒറിജിനിൽ നിന്ന് മുകളിലോട്ട് നമ്മൾ മെഷർ ചെയ്യുക, 30 mm എടുക്കുക. സോ ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യുക 30. അതുപോലെ ഇനി അടുത്തെന്താ ഉള്ളത്? 20 mm ഇൻ ഫ്രണ്ട് VP എന്ന് പറയുന്നത്. 20 mm ഇൻ ഫ്രണ്ട് VP. ഇൻ ഫ്രണ്ട് VP എന്ന് പറയുമ്പോൾ ടുവേർഡ്സ് റൈറ്റ് സൈഡ് ആണ് വരുന്നത്. സോ ഒറിജിനിൽ നിന്ന് റൈറ്റിലേക്ക് 20. ഒറിജിനിൽ നിന്ന് റൈറ്റിലോട്ട് എത്രയാണ്? 20 എടുക്കുക, ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞത് കാരണം. ഇനി നമുക്ക് ആക്ച്വലി ഈ പോയിന്റ്സിന് പേര് കൊടുക്കണം. സോ എങ്ങനെ പേര് കൊടുക്കാം? പേര് കൊടുക്കാനായിട്ട് നമ്മൾ അറിയേണ്ടത് ഹൊറിസോണ്ടൽ പ്ലെയിൻ HP-യിൽ ഉള്ള പോയിന്റ്സിനെ അല്ലെങ്കിൽ HP-യിൽ ഇൻക്ലൂഡ് ആവുന്ന പോയിന്റ്സിനെ നമ്മൾ നോർമൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? ഇത് നമുക്ക് A എന്ന് പറയാം, സ്മോൾ ലെറ്റർ A. വെർട്ടിക്കൽ പ്ലെയിനിൽ ഒരു പോയിന്റ് ഉണ്ട്. സോ അതിനെ VP-യിലുള്ള പോയിന്റിനെ നമ്മൾ ഡാഷ് ചേർത്ത് വിളിക്കുക. സോ A ഡാഷ് എന്ന് നമ്മൾ വിളിക്കുക. സോ നമ്മൾ എന്താണ്? ഹൊറിസോണ്ടൽ പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിൻ സിസ്റ്റത്തിൽ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ എങ്ങനെയാണ് XY ആക്സിസ് സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണെന്ന് നമുക്ക് അറിയേണ്ടത്. സോ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? അതിന് റൂൾ ഉണ്ട്. സോ അത് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം. 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം.
സോ എന്താണ്, ഹൊറിസോണ്ടൽ പ്ലെയിനിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക. 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സോ ശ്രദ്ധിക്കുക, ഹൊറിസോണ്ടൽ പ്ലെയിനിനെ മാത്രമാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാനുള്ളത്, വെർട്ടിക്കൽ പ്ലെയിൻ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. സോ വെർട്ടിക്കൽ പ്ലെയിൻ ചേഞ്ച് ആവാണ്ട് അവിടെ നിൽക്കുവാണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിനെ മാത്രം ഒറിജിൻ പോയിന്റ് അല്ലെങ്കിൽ സെന്റർ പോയിന്റ് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും കോയിൻസൈഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഇതൊരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെങ്കിൽ ഇതൊരു വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. ഈ ഒരു സിസ്റ്റത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സിസ്റ്റത്തിന്റെ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ മാത്രം ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാം. സോ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും കൂടെ ഒരുമിച്ചാവും, കോയിൻസൈഡ് ചെയ്യും. ആ കോയിൻസൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ XY ആക്സിസിൽ വരയ്ക്കേണ്ട ആൻസർ എന്ന് പറയുന്നത്. സോ എങ്ങനെ വരാം? വെർട്ടിക്കൽ പ്ലെയിനിലുള്ള പോയിന്റ്സിന് ചേഞ്ച് ആവില്ല, സോ റിമെയിൻസ് സെയിം. സോ വെർട്ടിക്കൽ പ്ലെയിനിൽ എന്തുണ്ട്? A' എന്ന് പറയുന്ന പോയിന്റ് വെർട്ടിക്കൽ പ്ലെയിനിലാണ് ഉള്ളത്. അതെവിടെയാണ്? ഒറിജിനിൽ നിന്ന് 30 mm മുകളിലോട്ടാണ്. സോ ഒറിജിനിൽ നിന്ന് 30 mm മുകളിലോട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. സോ അതിനായിട്ട് XY ആക്സിസിൽ റാൻഡം ആയിട്ട് ഒരു ഒറിജിൻ പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യണം. സോ XY ആക്സിസിൻ്റെ അകത്ത് റാൻഡം ആയിട്ട് ഒരു ഒറിജിൻ പോയിന്റ് നമ്മൾ എടുത്തു, റാൻഡം ആയിട്ട് എടുത്തതാണ്. ഇനി ആ പോയിന്റിൽ നിന്ന് എന്താ നമ്മൾ ചെയ്യുന്നത്? വെർട്ടിക്കൽ പ്ലെയിനിൽ ഉണ്ടായിരുന്ന പോയിന്റ് A', അതെവിടെയാണ്? ഒറിജിനിൽ നിന്ന് 30 mm മുകളിലോട്ടാണ് ഇരിക്കുന്നത്. സോ അത് അതുപോലെ മാർക്ക് ചെയ്യുകയാണ്. സോ ഒറിജിനിൽ നിന്ന് 30 mm മുകളിലോട്ട് മാർക്ക് ചെയ്യുക, പേര് കൊടുക്കുക A', ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക 30. ഓക്കെ, അതുപോലെ അടുത്തെന്ത് സംഭവിച്ചു? ഹൊറിസോണ്ടൽ പ്ലെയിനിനെ റൊട്ടേറ്റ് ചെയ്ത സമയത്ത് A എന്ന് പറയുന്ന പോയിന്റ് താഴേക്ക് വന്നപ്പോൾ അതെവിടെയായി? XY ആക്സിസിന്റെ അല്ലാന്നുണ്ടെങ്കിൽ ഒറിജിന്റെ താഴോട്ടാണ് ആ പോയിന്റ് വന്നത്, അല്ലേ? നമ്മൾ A എന്ന് പറയുന്നത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്. അതിനെ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതെങ്ങോട്ട് വരും? താഴേക്ക് വരും. ആ കിട്ടുന്ന റിസൾട്ട് നമ്മൾ ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. സോ എങ്ങനെ വരയ്ക്കാം? ഒറിജിനിൽ നിന്ന് 20 mm താഴേക്ക്. ഒറിജിനിൽ നിന്ന് 20 mm താഴേക്ക്. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ പോയിന്റ്സിനെ സോൾവ് ചെയ്യുന്ന രീതി. ഇത് ആക്ച്വലി ഇത്രയും മാത്രമേ ഇതിൻ്റെ അകത്ത് സോൾവ് ചെയ്യാനായിട്ട് നമുക്കുള്ളൂ. ആ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയതിന് നമുക്ക് എന്ത് ചെയ്യാം? ആരോസ് കൊടുത്ത് മാർക്ക് ചെയ്ത് നിർത്തുക. ഓക്കെ അല്ലേ? ഡിസ്റ്റൻസുകളൊക്കെ ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അതല്ലാണ്ട് വേറെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. സോ ഇത് വീണ്ടും ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ഉള്ളതല്ല. ഇതെന്ന് പറയുന്നത് ലൈൻസ് പഠിക്കണമെങ്കിൽ ആദ്യം പോയിന്റ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓരോ ക്വാഡ്രന്റിലും പോയിന്റ്സ് എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ A എന്നാണ് നമ്മളൊരു പോയിന്റിനെ കൊടുത്തിട്ടുള്ളത്. എ പോയിന്റ് ക്യാപിറ്റൽ A എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ലൊക്കേറ്റ് ചെയ്തത് എല്ലാം സ്മോൾ ലെറ്റർ A ആണ്. സോ അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ A എവിടെ പോയി? അതാണ് നമ്മൾ നോക്കുന്നത്. സോ ക്യാപിറ്റൽ A എന്ന് പറയുന്നത് സ്പേസിലുള്ള ഒരു പോയിന്റ് ആണ്. സോ അത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് A' നിന്നും Aയിൽ നിന്നും ലൈൻസ് കണക്ട് ചെയ്ത് ഇന്റർസെക്ട് ചെയ്യിപ്പിക്കുക. ആ സമയത്ത് കിട്ടുന്ന പോയിന്റ് ആണ് ക്യാപിറ്റൽ A എന്ന് പറയുന്നത്. സോ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബോൾ നമ്മൾ എടുത്തതിന് ശേഷം അതിനെ നമ്മളെ റൂമിൽ കെട്ടിത്തൂക്കിയിടാം. ഓക്കെ, നമ്മളെ ബോളിനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കെട്ടിത്തൂക്കിയിടാം. കെട്ടിത്തൂക്കിയിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഒരു ബോൾ ഇങ്ങനെ നിൽക്കുവാണ്. ഒരു റൂമിന്റെ അകത്ത് ഒരു ബോളിനെ നമ്മൾ കെട്ടിത്തൂക്കിയിടുന്നു, അത്രേ ഉള്ളൂ. അതിനുശേഷം അതിന്റെ ടോപ്പിൽ നിന്ന് ടോർച്ച് അടിച്ചു എന്ന് വിചാരിച്ചോ, എന്ത് സംഭവിക്കും? സോ ഇത് ആ ബോളാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിൽ നിന്ന് നമ്മൾ ടോർച്ച് അടിക്കുകയാണ്. ടോപ്പിൽ നിന്ന് നമ്മൾ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ഈ
ടോർച്ച് ലൈറ്റ് കാരണം ഈ ബോളിന്റെ നിഴല് താഴെ കിട്ടും. അതിനെയാണ് നമ്മൾ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ എ എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്ത പോയിന്റ്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ടോർച്ച് ലൈറ്റ് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിൻ്റെ നിഴല് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടും. അതിനെയാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇതാണ് ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഓരോ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്തും സ്കൂൾസിൽ നമ്മൾ പഠിച്ചിരുന്നപ്പോൾ എക്സ് കോമ വൈ, എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ്, നമ്മൾ എന്താ പറയുന്നത്? എക്സ് കോമ വൈ, ഇങ്ങനെയല്ല നമ്മൾ കൊടുത്തേ. സോ ഇതിന് പകരം എക്സ് എന്ന് പറയുന്നതിന് പകരം എന്ത് പറയണം? ടോപ്പ് വ്യൂ. അതുപോലെ വൈക്ക് പകരം ഫ്രണ്ട് വ്യൂ. ഇതാണ് സിംപ്ലസ്റ്റ് വേ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ അതങ്ങ് തീരും. അല്ലാണ്ട് പുതിയൊരു സിസ്റ്റമോ കാര്യങ്ങളോ ഒന്നുമല്ല ഇത്. പഴയ കാര്യത്തിന് തന്നെയാണ് പുതിയ വാക്കുകളിലൂടെ നമ്മൾ കുറച്ചുകൂടെ ഇൻ ഡെപ്തിലോട്ട് ഇറങ്ങി പഠിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ എങ്കിൽ ഇതുപോലെ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഇതാ നോക്കിയേ, അടുത്തൊരെണ്ണം ഞാനിവിടെ കൊടുക്കുവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമതൊരു എങ്ങനെയാണ് ക്വാഡ്രന്റിൽ വരുന്ന വ്യത്യാസം ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. സോ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ പറയുന്നത് എ പോയിന്റ് ക്യാപിറ്റൽ എ 30 mm എബവ് HP ആൻഡ് 20 mm ബിഹൈൻഡ് VP എന്നാ പറയുന്നത്. എ പോയിന്റ് ക്യാപിറ്റൽ എ 30 mm എബവ് HP ആൻഡ് 20 mm ബിഹൈൻഡ് VP. സോ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? ഓക്കെ, നമ്മളൊരു XY ആക്സിസ്, ഒരു XY ആക്സിസ് ആദ്യം നമ്മൾ വരച്ചു. അതിന് 2 എണ്ണിന് പേര് കൊടുക്കുവാണ് XY. അതിനുശേഷം നമ്മൾ സൈഡിലായിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ സിസ്റ്റം വരയ്ക്കുന്നു. ഇനി ഇതിന്റെ അകത്തോട്ട് നമ്മൾ പോയിന്റ്സിനെ പുട്ട് ചെയ്ത് കൊടുക്കുവാണ്. എന്താണ്? എ പോയിന്റ് ക്യാപിറ്റൽ എ 30 mm എബവ് HP എന്നാണ് പറയുന്നത്. എബവ് HP. സോ നമ്മളത്തെ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനുമായിട്ട് സിമിലർ തന്നെയല്ലേ? സോ 30 mm എബവ് HP എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ വരയ്ക്കണം? ഒറിജിനിൽ നിന്ന് മുകളിലോട്ട്. ഓർമ്മയുണ്ടോ പറഞ്ഞേ? എന്ത് ചെയ്യാ? ആദ്യം നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ സിസ്റ്റത്തിന്റെ അകത്തുള്ള ഒറിജിൻ എടുത്തു. ഇനി അടുത്ത ഒറിജിനിൽ നിന്ന് 30 mm എബവ് മാർക്ക് ചെയ്യുവാണ്. സോ ഒറിജിനിൽ നിന്ന് 30 mm നമ്മൾ മാർക്ക് ചെയ്യുവാണ്. സോ എന്നിട്ട് ആ പോയിന്റ് എന്ത് പേര് കൊടുക്കാം? എ ഡാഷ്. എ ഡാഷ്. ഇനി എന്താണ്? ആൻഡ് 20 mm ബിഹൈൻഡ് VP എന്നാ പറയുന്നത്. 20 mm ബിഹൈൻഡ് എന്ന് വെച്ചാൽ എന്തുവാ? ലെഫ്റ്റിലോട്ടാണ്. നമ്മൾ നേരത്തെ ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോൾ റൈറ്റിലോട്ടാണ് മാർക്ക് ചെയ്തത്. അതേസമയം ഇവിടെ ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലോട്ട് വരണം. സോ എന്ത് ചെയ്യാ? ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എത്രയാണ്? 20. എ എന്ന് പേര് കൊടുക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മൾ എന്താണോ മാർക്ക് ചെയ്യുന്നത് അതെല്ലാം നോർമൽ നെയിംസ് ആയിരിക്കും. സോ ABCD എന്ന് മാത്രമായിരിക്കും നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കൊടുക്കേണ്ടത്. അതെല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം. അതേസമയം വെർട്ടിക്കൽ പ്ലെയിനിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്താണെങ്കിലും അതിന്റെ കൂടെ ഡാഷ് ഉണ്ടാവണം. A ഡാഷ്, B ഡാഷ്, C ഡാഷ് എന്ന് പറഞ്ഞായിരിക്കണം വരുന്നത്. അതും സ്മോൾ ലെറ്റേഴ്സ് തന്നെയാണ്. സോ ഇനി എന്ത് ചെയ്യാം? ഇത് നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ പ്ലെയിനിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ചേഞ്ച് ഇല്ലാത്ത പ്ലെയിനിനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. അതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് വരിക. സാധാരണ കൺഫ്യൂഷൻസ് ഒഴിവാകും. സോ എന്ത് ചെയ്യാം? വെർട്ടിക്കൽ പ്ലെയിനിൽ ഇപ്പൊ എന്തുണ്ട്? A ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് ഒറിജിനിൽ നിന്ന് 30 mm മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള പോയിന്റിൽ ചേഞ്ച് വരില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ അത് നമുക്ക് അതിൽ ലൊക്കേറ്റ് ചെയ്യാം. സോ എന്ത് ചെയ്യാം? വെർട്ടിക്കൽ പ്ലെയിനിൽ ഉണ്ടായിരുന്ന A ഡാഷ് എന്ന് പറയുന്ന പോയിന്റിനെ XY ആക്സിസിന്റെ അകത്തൊരു ഒറിജിനൽ ലൊക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് മുകളിലോട്ട് എടുക്കാം. സോ എന്ത് ചെയ്യാം? ആദ്യം XY ആക്സിസിന്റെ അകത്ത് റാൻഡം ആയിട്ടൊരു പോയിന്റ് എടുത്തു. അതാണ് ഒറിജിൻ. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? വെർട്ടിക്കൽ പ്ലെയിനിൽ ഇവിടെ എന്തുണ്ടായിരുന്നു? വെർട്ടിക്കൽ പ്ലെയിനിൽ ഇവിടെ എന്തുണ്ട്? A ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. അത് 30 mm
ഒറിജിന്റെ മുകളിലാണ് നിൽക്കുന്നത്. സോ അത് അതുപോലെ ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. 30 mm ഒറിജിന്റെ മുകളിൽ. അപ്പോൾ എ ഡാഷ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്രയാ? 30. ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അതിനുശേഷം എന്താ ഉള്ളത്? ഇനി നമുക്കുള്ളത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഒരു പോയിന്റ് കിടപ്പുണ്ട്. അതിന്റെ പേരെന്താണ്? എ എന്നാണ് നമ്മൾ കൊടുത്തത്. ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള പോയിന്റിന്റെ പേര് എ ആണ്. എ എന്താണ്? ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 20 mm മാറിയിട്ടാണ് നിൽക്കുന്നത്. സോ ഒറിജിനിൽ നിന്ന് 20 mm ടുവേർഡ്സ് ലെഫ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ അതിനെന്ത് ചെയ്യുക? ഹൊറിസോണ്ടൽ പ്ലെയിനിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാം. സോ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാം. സോ എന്ത് പറ്റും? എ എന്ന് പറയുന്ന പോയിന്റ് മുകളിലോട്ട് കയറിപ്പോകും. താഴോട്ടല്ല, എ എന്ന് പറയുന്ന പോയിന്റ് മുകളിലോട്ട്. എന്തുകൊണ്ടാ? ഇവിടെ ലെഫ്റ്റിലാണ്, ഒറിജിന്റെ ലെഫ്റ്റിലാണ് നമ്മുടെ പോയിന്റ് വന്നത്. നമ്മൾ അതിനെ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് മുകളിലോട്ട് കയറും. എത്രയാണ് ഡിസ്റ്റൻസ്? 20. ഈ 20 എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. സോ ഒറിജിനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 20 മാർക്ക് ചെയ്യാം. സോ അതിന് നമുക്ക് എ എന്ന് പേര് കൊടുക്കാം. ഓക്കെ അല്ലേ? സോ രണ്ടിന്റെയും ഒറിജിൻ സെയിം ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ എയും എ ഡാഷും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അത് രണ്ടിൻ്റെതും ഒറിജിൻ ഒന്ന് തന്നെയാണ്. മാറ്റി കൊടുക്കരുത്. കാരണം എ ആൻഡ് എ ഡാഷ് എന്ന് പറയുന്നത് ആക്ച്വലി 2 പോയിന്റ്സ് അല്ല, അത് 2 വ്യൂ ആണ്. എന്താ നമ്മൾ പറഞ്ഞത്? ഒരു ബോളിനെ, ഒരു സിംഗിൾ ബോളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പേസിൽ കെട്ടിത്തൂക്കിയിടുവാണ്. അതിന്റെ ടോപ്പിൽ നിന്ന് ടോർച്ച് അടിച്ചപ്പോ അതിന്റെ നിഴലിൽ താഴെ കിട്ടിയതിനെയാണ് നമ്മൾ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞത്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്തു? എ ബി സി ഡി എന്ന് പറയുന്ന പോയിന്റ്സിലൂടെ നമ്മൾ പറഞ്ഞത്. ഇനി ഇതേ പോയിന്റിനെ, ഇതേ ബോളിനെ തന്നെയാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ടോർച്ച് അടിച്ചത്. ഫ്രണ്ടിൽ നിന്ന് ടോർച്ച് അടിച്ചപ്പോൾ എന്ത് പറ്റി? ഇതിൻ്റെത് ഇപ്പുറത്തുള്ള വോളിൽ നമുക്ക് അതിന്റെ നിഴല് കിട്ടിയിട്ടുണ്ട്. ആ നിഴല് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്? അതാണ് ഫ്രണ്ട് വ്യൂ. വെർട്ടിക്കൽ പ്ലെയിനിൽ എന്ത് കിട്ടുന്നുണ്ടോ അത് ഫ്രണ്ട് വ്യൂ ആണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എന്ത് കിട്ടുന്നുണ്ടോ അത് ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് മാറ്റി എടുക്കരുത്, ശ്രദ്ധിച്ചോണം. സോ സംശയമുണ്ടോ? സോ ഇവിടെ നമുക്ക് തൊട്ട് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ക്വാഡ്രന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടി? എ ഡാഷ് എന്ന് പറയുന്നത് മുകളിലാണ്, എക്സ് വൈയുടെ മുകളിലാണ് കിട്ടിയത്. അതുപോലെ എ എന്ന് പറയുന്നത് എക്സ് വൈയുടെ താഴെയാണ് വന്നത്. അതേസമയം ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്തായി? എയും എ ഡാഷും എക്സ് വൈ ആക്സിസിന് മുകളിലാണ് വന്നത്. സോ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? മനസ്സിലായോ? അപ്പൊ രണ്ട് ക്വാഡ്രന്റിൽ വന്നപ്പോൾ ചെറിയ വ്യത്യാസം വന്നു. അപ്പൊ ഈ സോൾവ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ സൈഡിൽ വർക്കിംഗ് സൈഡ് ചെയ്യാൻ അറിയാമെങ്കിൽ ഇത് ഈസിലി ചെയ്യാൻ പറ്റും. ഡയറക്ട്ലി ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ എ ഡാഷ് ലൊക്കേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. ഇനി നമ്മൾ ഇതിന്റെ അകത്ത് ഒരു കാര്യം കൂടെ ലൊക്കേറ്റ് ചെയ്യാനുണ്ട്. ഏതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഏതാണ് വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് എക്സ് വൈ ആക്സിസിനെ ബേസ് ചെയ്തും കൂടെ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് വെച്ചേക്കണം. സോ ഓക്കെ, ഇവിടെ നമ്മൾ വർക്കിംഗ് സൈഡിന്റെ അകത്ത് നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് വി പി വെർട്ടിക്കൽ പ്ലെയിനിൽ ഉണ്ടായിരുന്ന പോയിന്റ്സിനെയാണ് നമ്മൾ ഡാഷ് ഉള്ളതായിട്ട് പറയുന്നത്. ഡാഷ് ഉള്ള പോയിന്റ്സ്. അപ്പോ നമ്മൾ എക്സ് വൈ ആക്സിസിനെ ബേസ് ചെയ്ത് എടുക്കുമ്പോൾ ഡാഷ് ഉള്ള പോയിന്റ്സ് ആണ് വെർട്ടിക്കൽ പ്ലെയിൻ. അതേസമയം ഡാഷ് ഇല്ലാത്തതിനെ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിട്ടും പറയാം. ഓക്കെ അല്ലേ? സോ ഡാഷ് ഉള്ള പ്ലെയിൻസ് വെർട്ടിക്കൽ പ്ലെയിൻ, അല്ലെങ്കിൽ പറയാം വെർട്ടിക്കൽ പ്ലെയിനിലാണ് ഡാഷ് ഉള്ള പോയിന്റ്സ് വരുന്നത്. അതുപോലെ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ഡാഷ് ഇല്ലാത്ത പോയിന്റ്സ് വരുന്നത്, അല്ലെങ്കിൽ ഡാഷ് ഇല്ലാത്ത പോയിന്റ്സ് ഉള്ള പ്ലെയിനിനെ പറയുന്നതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. സോ അങ്ങനെയെങ്കിൽ നമ്മളിപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് എ ആൻഡ് എ ഡാഷ് എന്ന് പറയുന്നത് രണ്ടും എക്സ് വൈ ആക്സിസിന് മുകളിലാണ് വന്നത്. സോ അതിനർത്ഥം എന്താണ്? ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും എക്സ് വൈ ആക്സിസിന്റെ മുകളിൽ തന്നെയാണ്. എക്സ് വൈ ആക്സിന് താഴെ ഒന്നും വരുന്നില്ല. ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആവുന്ന സമയത്ത്
എന്താണ് XY ആക്സിസിന് താഴെ ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. നമുക്ക് എല്ലാ ക്വാഡ്രന്റിനെ ഓരോന്നെങ്കിലും അറിഞ്ഞു വെച്ചേക്കണം. കാരണം ഒരു ക്വാഡ്രന്റ് നമുക്ക് പെട്ടെന്ന് പറയുന്ന സമയത്ത് ഏകദേശം ധാരണ വേണം. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ എവിടെ വരണം, സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ എവിടെ വരണം, തേർഡും ഫോർത്തും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും വ്യത്യാസം, ഒരു ഊഹം വേണം. എങ്കിൽ നമുക്ക് ഡയറക്ട്ലി ലൈൻസിലോട്ടൊരു ഐഡിയ കിട്ടും. സോ ദാറ്റ് ഇവിടെ എന്താണ് പറയുന്നത്, എ പോയിന്റ് ക്യാപിറ്റൽ A 30 mm ബിലോ HP ആൻഡ് 20 mm ഇൻ ഫ്രണ്ട് VP. സോ ഇവിടെ ഇതിന് മുന്നേ ചെയ്ത രണ്ടെണ്ണത്തിന്റെ അകത്ത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എബവ് ആയിരുന്നു, സെക്കൻഡ് ടേം ഇൻ ഫ്രണ്ടും ചെയ്തു ബിഹൈൻഡും ചെയ്തു രണ്ട് ക്വസ്റ്റ്യനിലൂടെ. ഇതിപ്പോ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് വന്നപ്പോ എന്താണ്, ബിലോ, സ്റ്റാർട്ടിങ് തന്നെ ബിലോയിലാണ് വരുന്നത്. സോ എന്താണ് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു XY ആക്സിസ് വരയ്ക്കാം. XY മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലായിട്ട് വർക്കിംഗ് സൈഡിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ സിസ്റ്റം വരയ്ക്കുക. ഇനി എന്ത് ചെയ്യാം, പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. എ പോയിന്റ് ക്യാപിറ്റൽ A 30 mm ബിലോ HP. ബിലോ HP എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ്, ഒറിജിനിൽ നിന്ന് താഴേക്ക് വരണം, ഒറിജിനിൽ നിന്ന് താഴേക്ക്. സോ എന്ത് ചെയ്യാം, ഒറിജിൻ അവിടെ നിന്ന് 30 mm ബിലോ താഴേക്ക് വരണം, 30 mm. സോ എന്താണ്, വെർട്ടിക്കൽ പ്ലെയിനിലുള്ള പോയിന്റ്സിനെ എന്ത് പറയണം, ഡാഷ് ചേർത്ത് വിളിക്കണം. അതുപോലെ 20 mm ഇൻ ഫ്രണ്ട് VP എന്ന് പറഞ്ഞു. ഇൻ ഫ്രണ്ട് എന്ന് വെച്ചാൽ എങ്ങോട്ടാ, ടുവേർഡ്സ് റൈറ്റ് സൈഡ്. സോ എന്ത് ചെയ്യണം, ഒറിജിനിൽ നിന്ന് റൈറ്റിലോട്ട് 20 മാർക്ക് ചെയ്യുക. അതിനെന്ത് പേര് കൊടുക്കാം, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഉള്ളതിനെ നോർമൽ നെയിം ആയിട്ട് കൊടുക്കണം. സോ അതിന് ഡാഷിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ അല്ലേ? സോ അതിനെന്ത് ചെയ്യാം, ഇനി ഈ പറഞ്ഞ കാര്യത്തിനെയാണ് നമ്മൾ XYയിലോട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നത്. സോ XY ആക്സിസ് മാർക്ക് ചെയ്തതിന് ശേഷം ഒരിക്കലും ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ആദ്യമേ ചാടി കയറി എഴുതരുത്. പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എഴുതാൻ പാടുള്ളൂ. ഡാഷ് ഉള്ളതാണെങ്കിൽ VP, ഡാഷ് ഇല്ലാത്തതാണെങ്കിൽ HP. സോ അതായത് നമുക്ക് എന്ത് പറയാം, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, XY ആക്സിസിന്റെ അകത്ത് റാൻഡം ആയിട്ടൊരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഒറിജിൻ പോയിന്റ്. ഇനി അവിടെ നിന്ന് വെർട്ടിക്കൽ പ്ലെയിനിൽ എന്ത് പോയിന്റ് ഉണ്ട് അതിന് ആദ്യം ലൊക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. വെർട്ടിക്കൽ പ്ലെയിനിൽ ഇവിടെ എന്തുണ്ട്, A' എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. അത് ഒറിജിന്റെ താഴെയാണ് നിൽക്കുന്നത്. സോ ദാറ്റ് ഒറിജിനിൽ നിന്ന് താഴേക്ക് 30 mm നമ്മൾ മാർക്ക് ചെയ്യുക. അത് നമ്മൾ എന്ത് പേര് കൊടുക്കുന്നു, A'. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിനിലുള്ള പോയിന്റ്സിനെ ഡാഷ് ചേർത്ത് വിളിക്കണം. ഇനി അടുത്ത എന്താ ഉള്ളത്, ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ അകത്ത് ഒരു പോയിന്റ് ഉണ്ട്. അത് എങ്ങോട്ടാണ്, ടുവേർഡ്സ് റൈറ്റ് സൈഡ് ആണ് ഇരിക്കുന്നത്, ഇൻ ഫ്രണ്ട് നമ്മൾ പറഞ്ഞു. ഇനി എന്ത് ചെയ്യണം, ഹൊറിസോണ്ടൽ പ്ലെയിനിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം. സോ A എന്ന് പറയുന്ന പോയിന്റ് എങ്ങോട്ട് ഷിഫ്റ്റ് ആവും, A എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ കിടക്കുന്ന പോയിന്റ് ഷിഫ്റ്റ് ആയി താഴേക്ക് വരും. എന്താ കാരണം, 90 ഡിഗ്രി ക്ലോക്ക് വൈസിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാനുള്ളത്. 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. സോ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റി, A എന്ന് പറയുന്ന പോയിന്റ് താഴേക്ക് വന്നു. എത്രയാ ഡിസ്റ്റൻസ്, 20 mm. സോ ഒറിജിനിൽ നിന്ന് 20 mm നമ്മൾ മാർക്ക് ചെയ്യുക. അതിന് A എന്ന പേര് കൊടുക്കുക. സോ ഡിസ്റ്റൻസ് 20. ഓക്കെ അല്ലേ? സോ ഇവിടെ എന്ത് സംഭവിച്ചു, A എന്ന് പറയുന്ന പോയിന്റും A' എന്ന് പറയുന്ന പോയിന്റും രണ്ടും XY ആക്സിസിന്റെ താഴെയാണ് വന്നത്. അതുകൊണ്ട് ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും XY ആക്സിസിന്റെ താഴെ തന്നെയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ 3 ക്വാഡ്രന്റിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം ചെയ്യുവാണ്. ഇനിയിപ്പോ നമുക്ക് ലാസ്റ്റ് ക്വാഡ്രന്റ് കൂടെ നോക്കാം. സോ ഇതാകുമ്പോ പോയിന്റ്സിന്റെ 4 ക്വാഡ്രന്റും നമ്മൾ പഠിച്ചതാവും അല്ലെ. ഇവിടെ എന്താ പറയുന്നേ, എ പോയിന്റ് ക്യാപിറ്റൽ A 30 mm ബിലോ HP ആൻഡ് 20 mm ബിഹൈൻഡ് VP. സോ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഒരു XY ആക്സിസ് വരയ്ക്കാം. XY മാർക്ക് ചെയ്തു. അതിനുശേഷം എന്താണ്, XY മാർക്ക് ചെയ്തതിനു ശേഷം സൈഡിലെ വർക്കിംഗ് സൈഡ് ആയിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ നമ്മൾ സിസ്റ്റം വരച്ചു. മാർക്ക് ചെയ്യുക HP
VP മാർക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം? ക്വസ്റ്റിനകത്ത് പറഞ്ഞ കാര്യം, എ പോയിന്റ് ക്യാപിറ്റൽ A 30 mm ബിലോ HP, ബിലോ താഴേക്ക്, ബിലോ. സോ ഒറിജിനിൽ നിന്ന് താഴേക്ക് 30 mm എടുക്കുക. സോ A ഡാഷ്. ഇനി അടുത്ത് എന്താ ഉള്ളത്? ആൻഡ് 20 mm ബിഹൈൻഡ് VP. ബിഹൈൻഡ് VP എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ? ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ്. അപ്പൊ ബിഹൈൻഡ് VP എത്ര ഡിസ്റ്റൻസ്? 20 ഉള്ളൂ. സോ A. ഓക്കെ അല്ലേ? സോ ഇനി എന്ത് ചെയ്യാം? ഇനി നമ്മള് XY ആക്സിസിന്റെ അകത്ത് ആദ്യം ഒറിജിനൽ ലൊക്കേറ്റ് ചെയ്യണം. റാൻഡം ആയിട്ട് നമുക്ക് ആദ്യം ഒറിജിനൽ ലൊക്കേറ്റ് ചെയ്യാം. ഒറിജിനൽ ലൊക്കേറ്റ് ചെയ്തതിനു ശേഷം എന്താ ചെയ്യുന്നേ? വെർട്ടിക്കൽ പ്ലെയിനിൽ എന്തുണ്ടായിരുന്നു അതിനാദ്യം നമ്മൾ റാൻഡമായിട്ട് എടുത്ത ഒറിജിൻ പോയിന്റിൽ നിന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പോവാണ്. വെർട്ടിക്കൽ പ്ലെയിനിൽ എന്തുണ്ട്? അതിന് ചേഞ്ച് വരുന്നില്ല, അതുകൊണ്ട് അതിനാദ്യം മാർക്ക് ചെയ്യാം. സോ വെർട്ടിക്കൽ പ്ലെയിനിന്റെ അകത്ത് A ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഒറിജിനിൽ നിന്ന് 30 mm താഴേക്കാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ്? ഒറിജിനിൽ നിന്ന് 30 mm താഴേക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ ലൊക്കേറ്റ് ചെയ്ത പോയിന്റ് ആണ് A ഡാഷ്. സോ വെർട്ടിക്കൽ പ്ലെയിനിൽ ഉള്ള പോയിന്റ്സിന് ചേഞ്ച് വരില്ല. സോ ആദ്യം നമുക്ക് അതിൽ ലൊക്കേറ്റ് ചെയ്യാം. ഒറിജിനിൽ നിന്ന് 30 mm ലൊക്കേറ്റ് ചെയ്തു. എന്താ പേര്? A ഡാഷ്. ഇനി അടുത്തെന്താ ഉള്ളത്? അടുത്തെന്തായിരുന്നു? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഉണ്ടായിരുന്ന പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യണം. അതിനായിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിനെ മുഴുവനായിട്ടും 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം. 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പം നമ്മുടെ ബിഹൈൻഡ് ഉണ്ടായിരുന്ന ലെഫ്റ്റ് സൈഡ് ഉണ്ടായിരുന്ന പോയിന്റ് റൊട്ടേറ്റ് ചെയ്ത് മുകളിൽ പോകും അല്ലേ? മുകളിൽ പോകും. അപ്പൊ എങ്ങോട്ട് എടുക്കണം? ഒറിജിനിൽ നിന്ന് A ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് താഴെ കിട്ടിയെങ്കിൽ ഇവിടെ ഇപ്പൊ നമുക്ക് ഒറിജിനിൽ നിന്ന് A എന്ന് പറയുന്ന പോയിന്റ് ബിഹൈൻഡ് ലെഫ്റ്റിലായിരുന്നു. അതിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് മുകളിലോട്ട് കയറും. സോ ഒറിജിനിൽ നിന്ന് 30 mm 20 mm, ഒറിജിനിൽ നിന്ന് 20 mm മുകളിലോട്ട്. ഓക്കെ അല്ലേ? സോ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ നമുക്ക് ഈ ക്വാഡ്രന്റ് എടുക്കുന്ന സമയത്ത് A എന്ന് പറയുന്ന പോയിന്റ് XYയുടെ മുകളിലാണ്. അതിനർത്ഥം ഡാഷ് ഇല്ലാത്ത പോയിന്റ് ഏതാണോ വരുന്നത് ആ ഭാഗത്തിന് നമുക്ക് VP എന്നാണോ വിളിക്കുന്നത്, HP എന്നാണോ വിളിക്കുന്നത്? VP അല്ല. എല്ലാവർക്കും തെറ്റ് വരാം. ശ്രദ്ധിച്ചോളുക, നല്ല രീതിയിൽ ശ്രദ്ധിച്ചോളുക. സോ നോർമൽ പോയിന്റ് ഉള്ളത് A ആണോ A ഡാഷ് ആണോ എന്ന് നോക്കുക. നോർമൽ പോയിന്റ് ഉള്ള ഭാഗം ഏതാണോ അതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഡാഷ് ഉള്ള ഭാഗം വരുന്നത് ഏതാണോ അതാണ് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? സോ ഇതാണ് നമ്മുടെ 4 ക്വാഡ്രന്റ് സിസ്റ്റംസിൽ വരുന്ന പോയിന്റ്സിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ലൈൻസ് മൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.